എന്ത് ചെയ്താലും നീ പറയില്ല. അതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് തന്നെയാ ബുദ്ധി. എന്റെ അമ്മേ, ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്ന് വിട്ടേക്ക്. പറഞ്ഞയക്കൂന്ന് പറഞ്ഞത് നിന്നെ വെറുതെ വിടൂന്നല്ല, ഈ ലോകത്തിന്ന് തന്നെ നിന്നെ പറഞ്ഞു വിടാന്നാ. വേണ്ട വേണ്ട, എനിക്കൊന്നും അറിയില്ല. നിനക്ക് 12 മണിക്കൂറോടെ സമയം തരാം. അതിനുള്ളിൽ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. അല്ല എങ്കിൽ ഇതേ തീ കൊണ്ട് തന്നെ നിനക്കുള്ള ചിത ഞങ്ങൾ അങ്ങ് ഒരുക്കും. അബ് സംജന, ഇത്ര ടോർച്ചർ ചെയ്തിട്ട് അവനൊന്നും പറയുന്നില്ലല്ലോ. ഇനി ശരിക്കും അവൻ അറിയില്ലായിരിക്കും. അല്ല വൈദേഹി, അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അവന്റെ അമ്മ എന്റെ ഇളയമ്മയാ. സ്വത്തിന്റെ കാര്യത്തിൽ വഴക്കുണ്ടാക്കിയിട്ടാ അവര് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ദിവസം ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് സ്വത്ത് കിട്ടിയേ തീരുന്ന് അവർക്ക് നല്ല വാശി കാണും. അവരുടെ മോനല്ലേ ഇവൻ. അമ്മയും മോനും കൂടെ ചേർന്ന് സ്വത്തുക്കൾ മുഴുവൻ അടിച്ചു മാറ്റാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത 12 മണിക്കൂറിൽ സത്യം എന്താണെന്ന് പുറത്തു വരും. അമ്മേ, ആ ആഭരണങ്ങൾ എന്റെ കയ്യിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. കൊടുത്തില്ലെങ്കിൽ കൊല്ലാനും ഒരുമ്പിട്ട വന്നിരിക്കുന്നെ. ആഭരണങ്ങൾക്ക് വേണ്ടി മരിക്കണം. വരൂ ഡോക്ടർ, ഈ വീടാ, വരൂ. ഇത് തന്നെയാണ് ഡോക്ടർ ഇപ്പൊ വൈദേഹി താമസിക്കുന്ന വീട്. അതെയോ? ഈ വീട്ടിലോ? അതെന്താ ഇവിടെ താമസിക്കുന്നത്? ഇത് വൈദേഹിയെ വളർത്തിയ അച്ഛന്റെ അമ്മയുടെയും വീടാ. അപ്പൊ ഇനി തൊട്ട് ഞാൻ ഇവിടേക്കാണല്ലേ വരേണ്ടത്? ഇനി നിങ്ങൾ വരേണ്ട ആവശ്യം ഉണ്ടാവൂന്ന് തോന്നുന്നില്ല. അതെന്താ? എന്നുവെച്ചാ ഇവിടേക്ക് വരേണ്ട കാര്യം ഉണ്ടാവില്ലെന്നാ പറഞ്ഞത്. 3 ദിവസേ ഇവിടെ ഉണ്ടാവുള്ളൂ. അമ്മയാകാൻ പോകുന്നെന്നറിഞ്ഞപ്പോ 3 ദിവസം അമ്മയുടെ കൂടെ വന്ന് നിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വന്നോളൂ. ഡോക്ടർ വാ. ഈ തേളൊന്ന് കുത്തിയാ വൈദേഹിയുടെ വയറ്റിൽ കിടക്കുന്നത് കരഞ്ഞു പോകും. ദേവേട്ടാ, അവൻ സത്യം പറയുന്നതിന് മുമ്പ് കാലിനടിയിൽ വെച്ചിരിക്കുന്ന കനല് കെട്ടുപോവോ? നീ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കുക? എങ്ങനെ ദേവേട്ട ആലോചിക്കാതിരിക്കാൻ പറ്റുക? അവന്റെ അടുത്തുള്ളത് ദൈവത്തിന്റെ ആഭരണങ്ങൾ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിന്റെ ജീവനും കൂടിയാ. അവനെ അങ്ങ് കൊന്നു കളഞ്ഞാലും യാതൊരു തെറ്റുമില്ല. വൈദേഹി, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞതല്ലേ. തൽക്കാലം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ സമാധാനമായിട്ടിരിക്കുക. ഇങ്ങനെയുള്ള സമയത്തെ നമ്മുടെ മൂഡ് മാറുന്ന അനുസരിച്ച് നമ്മുടെ കുഞ്ഞിന്റെ സ്വഭാവം മാറുന്ന പഴമക്കാര് പറയുന്നേ. നീ എപ്പോഴും ഇങ്ങനെ ദേഷ്യത്തോടെ ഇരുന്നാലേ നല്ല ദേഷ്യമുള്ളൊരു കുഞ്ഞായിരിക്കും പുറത്തേക്ക് വരാൻ പോകുന്നേ. അതുകൊണ്ടേ സമാധാനമായിട്ട് ചിരിച്ചുകൊണ്ട് വേണം ഇരിക്കാൻ. എന്തു പറ്റി വൈദേഹി? ഇന്ന് കുറച്ചു നേരം നടന്നില്ല ദേവേട്ടാ, കാലിന് വല്ലാത്ത വേദന. അതെയോ? ഏത് കാല? ദേവേട്ടാ, ദേവേട്ടൻ എവിടെ അടങ്ങിയിരുന്നേ? ഇതിലിപ്പോ തെറ്റെന്താ? എന്റെ കുഞ്ഞിനെ ചുമക്കുന്ന വൈദേഹിയെ ഞാൻ പരിചരിക്കുന്നേ. ദേവേട്ടാ, ദേവേട്ടാ, വേണ്ട ദേവേട്ടാ. നീ അനങ്ങാതെ അവിടെ ഇരുന്നാ മതി.
ഡോക്ടറോ? എന്താ ഈ വഴിക്ക്? ഇവിടെ ആർക്കും ഒരസുഖവും ഇല്ല. അമ്മേ ഒന്ന് നിക്കമ്മേ. നമസ്കാരം ഡോക്ടർ. മോളെ വൈദേഹി. ഓ, ആ അനാഥ പെണ്ടത്തിനെ കാണാൻ വന്നാണ്. മോളെ വൈദേഹി, ഡോക്ടർ വന്നിരിക്കുന്നു. ഡോക്ടർ വന്നിട്ടുണ്ടെന്നോ? ദേവേട്ടൻ ഇങ്ങനെ വിളിപ്പിച്ചതാണോ? അത് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും വൈദേഹി. വാ നമുക്ക് അങ്ങോട്ട് പോവാം. വൈദേഹി, സുഖാണോ? എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നു ചേച്ചി. എന്താ ഈ ഡെക്കറേഷൻസ് ഒക്കെ? മനസ്സിലായി. ചെറിയച്ഛന്റെ സന്തോഷം മുഴുവൻ ഈ ഡെക്കറേഷൻ കണ്ടാ മനസ്സിലാവും. വൈദേഹി, എങ്ങനെയുണ്ട് ഇപ്പോ? കുഴപ്പമൊന്നുമില്ല ഡോക്ടർ. ഒന്നുമില്ല, ഒരു റൊട്ടീൻ ചെക്കപ്പാ. നമുക്കൊന്ന് റൂമിലേക്ക് പോയാലോ? ഡോക്ടറെ, ആ റൂമിലേക്ക് പോയിക്കോ. അവിടെ വെച്ച് നോക്ക്. വിളിച്ചോണ്ട് പോ മോളെ. ഒന്നുമില്ല ദേവാ, അമ്മ പറഞ്ഞിട്ടാ ഡോക്ടറെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് വൈദേഹിയെ ചെക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുവിടാൻ പറഞ്ഞു. ഇവിടെ വേദനയുണ്ടോ? ഇല്ല. ഇവിടെയോ? ഉം. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ആ. ഒന്നുമില്ലല്ലോ. ഉം. എവറിത്തിങ് ഓക്കെ. സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കുന്നുണ്ട് ഡോക്ടർ. കൃത്യസമയത്ത് മരുന്ന് കൂടി കഴിക്കണം. അതുപോലെ ഇഷ്ടം പോലെ ജ്യൂസും കുടിക്കണം. പിന്നെ ചെറുതായിട്ട് എക്സസൈസും ചെയ്യണം. അയ്യോ, പൊട്ടിപ്പോയല്ലോ. ഞാൻ ചൂലെടുത്തിട്ട് വരാം. ഡോക്ടർ നിൽക്ക. നീ എന്തിനാ വൈദേഹി പോന്ന്? സാരല്ല ഡോക്ടർ. ഡോക്ടർ അവിടെ തന്നെ നിൽക്ക. കുപ്പിച്ചില് കാലേ കയറും. ഞാൻ ചെന്നിട്ട് ചൂലെടുത്തിട്ട് വരാം. ആ, വരാം 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 വരാം. ഓക്കേ, വരാന്ന്. ആരും കണ്ടില്ലല്ലോ മന്ത്രാമേ? ഓ ഇല്ല, ഓരോരുത്തർ അവരവരുടെ തിരക്കില്ല. ഇന്നാ ഇത് പിടിച്ചോ. അയ്യോ, ബഹളം വെക്കല്ലേ. ഈ തേള് വൈദേഹി ഒന്ന് കുത്തിയാ മതിയാവും. വയറ്റിൽ കിടക്കുന്നത് മേലോട്ട് പൊയ്ക്കോളും. എങ്ങനെയെങ്കിലും ഈ തേളിനെ കൊണ്ട് വൈദേഹിയെ കുത്തിക്കണം. അതൊക്കെ നിസ്സാര കാര്യമല്ലേ മോളെ. ഇതിനെ ഒരു ചെമ്പിലിട്ട് വൈദേഹിയുടെ കൈ അതിനകത്തോട്ട് പിടിച്ചിട്ട തേള് കുത്തി ശരീരം മുഴുവൻ നീലയായിക്കോളും. പക്ഷെ തേള് കുത്തിയ ഗർഭം കലങ്ങിപ്പോകുന്ന ഉറപ്പാണോ? കലങ്ങിയല്ല, കരിഞ്ഞു പോയിക്കോളും. അതിനൊരു കറണ്ട് ഷോക്ക് അടുപ്പിച്ച പോലെ. ഷോക്ക് അടുപ്പിക്കാനോ? പിന്നെ ഈ തേളെന്തിനാ? തേള് കുത്തിയ വേദന മാറണമെങ്കിൽ കറണ്ട് ഷോക്ക് കൊടുക്കണം മന്ധരാമേ. കൊടുത്തില്ലെങ്കിൽ ആ വേദന സഹിക്കാൻ വലിയ പാടാ. അപ്പൊ ഓട്ടോമാറ്റിക്കലി വയറ്റിലുള്ളത് ചത്തോളും. ഇതിന് തേളിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നേരിട്ടങ്ങ് കറണ്ട് ഷോക്ക് കൊടുത്താ മതിയാവില്ലേ? അങ്ങനെ ചെയ്താ നമ്മളിത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് അവര് നമ്മളെ പിടികൂടും. പകരം തേള് കുത്തിയ അതാരും സംശയിക്കാൻ പോകുന്നില്ല. പിന്നെ കറന്റ് ഷോക്ക് കൊടുക്കുമ്പോ തേള് കുത്തിയതിന്റെ പേര് പറയാം. പക്ഷെ അതിന്റെ റിസൾട്ടും കുഞ്ഞിനെ കൊന്നുകളയും. മനസ്സിലായോ മന്ധരാമേ? ആ, മനസ്സിലായി ഊർമിളെ. ജനിച്ചതും കെട്ടിച്ചു വിട്ടതും ഒരേ വീട്ടിലേക്കാണെങ്കിലും വളർന്നു വലുതായത് ഇവിടെയല്ലേ. ഞാനല്ലേ വളർത്തിയത് മോളെ. നിന്റെ പ്രസവവും ഇവിടെ തന്നെ മതി. എന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എല്ലാം നടക്കണം. അവൾ ഈ വീട്ടിൽ കയറി വന്നതും അവളുടെ പ്രസവം വരെ ഞാൻ നോക്കിക്കോളാന്ന് വാക്കുകൊടുത്തതാ. ഭ്രാന്തി അത് വിശ്വസിച്ചു.
ഇഷ്ടപ്പെട്ട് കളഞ്ഞു. ആ ജ്യൂസ് മുഴുവൻ അവൾ കുടിച്ചിരുന്നെങ്കിൽ അകത്ത് കിടക്കുന്നത് ഇപ്പൊ മോളിലെത്തിയേനെ. അമ്മേ അമ്മ ആ ജ്യൂസ് കുടിക്കല്ലേ, അമ്മ ആ ജ്യൂസ് കുടിക്കല്ലേ, കുടിക്കല്ലേ, ആ ജ്യൂസ് കുടിക്കല്ലേ. ഇത് കുടിക്കുവേദേഹി. വേണ്ട ദേവേട്ടാ, വയറ്റിൽ കിടക്കുന്ന നിനക്ക് പുറത്തുള്ളവരുടെ ദുഷ്ടത എങ്ങനെയാ മനസ്സിലായത്? നിന്നെ രക്ഷിക്കാൻ നിന്നലാവുന്നത് നീയും ചെയ്യുന്നുണ്ടല്ലേ? ഇനി രക്ഷപ്പെടാൻ നിനക്ക് ഞാനൊരു പഴുതുണ്ടാക്കി തരില്ല. 9 മാസങ്ങൾക്ക് ശേഷം പെറേണ്ട നീയ് ഇപ്പൊ തന്നെ പെറ്റോളും. പക്ഷേ അത് ചാവിള്ളേ ആയിരിക്കുന്നേ ഉള്ളൂ. പുറമെ സ്നേഹം നടിച്ച് അകത്ത് ഇത്രയേറെ വിദ്വേഷം സൂക്ഷിക്കുന്നത് എന്തിനാ അച്ഛമ്മേ? ഒപ്പം ഊർമിളേച്ചിയുണ്ട്. എത്ര കപടതയേറിയ മനസ്സാ ഊർമിളേച്ചിയുടേത്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണമെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ ഡോക്ടർ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ അങ്ങോട്ട് ഇറങ്ങുമോ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഡോക്ടറെ. അത് വേണ്ട, ഞാൻ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിപ്പോ ഇങ്ങോട്ട് എത്തും. ശരി, വളരെ നന്ദിയുണ്ട്. ശരി. ചെല്ലു ഡോക്ടറെ, എനിക്കിവിടെ ഒത്തിരി പണിയുണ്ട്. വൈദേഹി ചാപിള്ളയെ പ്രസവിക്കുന്നത് കണ്ടിട്ടേ ഞാൻ ഇവിടുന്ന് വരും. അമ്മേ, ചേച്ചിക്ക് ജ്യൂസ് എടുത്തോണ്ട് വാ. അവിടെ ഇരിക്കേ ചേച്ചി. എല്ലാം ഓക്കെ അല്ലേ വൈദേഹി? ഞാൻ കൊടുത്തോളാം അമ്മേ. അയ്യോ ഷിറ്റ്. എടി 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 വൈദേഹി, നിന്റെ കണ്ണ് എവിടെയാ? ഇതാണ് അച്ഛമ്മയുടെ ശരിക്കുള്ള രൂപം. ഓ, ഇവരെല്ലാം കുളമാക്കുമല്ലോ. ഓർത്തില്ല മോളെ, ഗർഭമുള്ള സമയത്ത് നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്റെ പൊന്നു മോളെ? മാത്രമല്ല, ഊർമിള കൊട്ടാരത്തിന്ന് വന്നതല്ലേ, നമ്മൾ അതുപോലെ നോക്കണ്ടേ? നമ്മുടെ അതിഥിയാന്ന് മറക്കരുത്. അത് ശരിയാ അച്ഛമ്മേ. അതിഥിയെ നമ്മള് ദൈവത്തെ പോലെ നടത്തണമെന്നല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല ഊർമിളേച്ചി. ചേച്ചി എന്നോട് പോർക്കണം. അമ്മേ, ചേച്ചിക്ക് നമ്മുടെ ബാത്റൂം ഒന്ന് കാണിച്ചു കൊടുക്കാമേ. നടക്കും മോളെ, സാരിയൊക്കെ വൃത്തിയാക്കാം. അതിഥി സൽക്കാരം വേണമല്ലേ ഊർമിളേച്ചിക്ക്? ജീവിതത്തിൽ മറ്റൊരിടത്തും കിട്ടാത്ത പോലെ സൽക്കരിച്ചേക്കാം. അച്ഛമ്മ തേളിനെ എവിടെ കൊണ്ട് വെച്ചിരിക്കായിരിക്കും? നീ അവിടെ എന്തെടുക്ക വൈദേഹി? ദേവേട്ടാ, അത് ചേച്ചി നമ്മുടെ കുഞ്ഞിനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ തിരിച്ചു കൊടുക്കായിരുന്നു. ഗിഫ്റ്റോ? സ്പെഷ്യൽ ഗിഫ്റ്റാ ദേവേട്ടാ. സ്നേഹത്തോടെ കൊണ്ടുവന്നിരിക്കുന്നത്. അത്രയും സ്നേഹം നമുക്ക് പറ്റില്ല, അതാ തിരിച്ചു കൊടുക്കാന്ന് വെച്ച. ദേവേട്ടാ, ചേച്ചി എത്തിയല്ലോ. പിന്നെ ദേവേട്ടാ, കാറ് വഴിയിൽ കിടക്കാത്രേ. കുട്ടികൾ പുറത്ത് പന്ത് കളിക്കുന്നുണ്ട്. അവര് ഗ്ലാസ് എങ്ങാനും പൊട്ടിച്ചു കളഞ്ഞാലോ? ഇനി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ഒത്തിരി സമയാവില്ലേ? അതുകൊണ്ട് താക്കോല് എന്നാ ദേവേട്ടൻ വണ്ടി മാറ്റിട്ടോളൂ. എന്താ ദേവേട്ടൻ ഇങ്ങനെ നോക്കുന്നേ? ചേച്ചിക്ക് ഒത്തിരി പ്രിയപ്പെട്ട കാറല്ലേ അത്. ഒരു പോറലുണ്ടായ പോലും വിഷമിക്കും. ഞാനും ഇപ്പോഴൊന്നും പോകുന്നില്ലടി. നിന്റെ വയറ്റിൽ കിടക്കുന്നത് കാഞ്ഞു പോയെന്നറിയുമ്പോ നീ കിടന്ന് പെടഞ്ഞ് കരയുന്നത് എനിക്ക് കാണണം. ചേച്ചി, ആ താക്കോലിങ്ങന്നേ. ആ
നിർത്താതെ ചക്രം കറക്കിക്കൊണ്ടിരിക്കുന്ന കൈയല്ലേ അത്? ഇനി എങ്ങനെയാ കറക്കുന്നെന്ന് കാണട്ടെ. അയ്യോ ചേച്ചി, എന്ത് പറ്റി മോളെ? എന്താ പറ്റിയേ? പറ. എന്താ പറ്റിയത്? അയ്യോ ഏടത്തേക്ക് എന്താ പറ്റിയേ? ചേച്ചി ചേച്ചി എന്താ മോളെ ഉണ്ടായേ? എന്ത് പറ്റി? തേളോ? തേളോ? അയ്യോ, എന്തെങ്കിലും ചെറിയമ്മേ. അയ്യോ അയ്യോ, എന്റെ കൈ വേദനിക്കുന്നു. അതെങ്ങനെ ഏടത്തിയുടെ ഹാൻഡ് ബാഗിനകത്ത് തേള് വന്നത്? എന്നോട് ചോദിച്ചാ എനിക്ക് എങ്ങനെ അറിയാം? ഈ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? തേളിനെ ടിന്നിലടച്ചകത്തു വെച്ചാണല്ലോ. അതെങ്ങനെ ഊർമിളയുടെ ബാഗിലെത്തി? അയ്യോ അയ്യോ, എന്തെങ്കിലും ഒന്ന് ചെയ്യമ്മേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? അടുത്തെവിടെങ്കിലും വെച്ചായിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് കേറിയതാന്ന് കരുതാം. അതെങ്ങനെയാ ചേച്ചിയുടെ ബാഗിനകത്ത് തേള് കയറിയത്? അതിനിപ്പോ ചേച്ചി നേരെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടല്ലേ വന്നത്? എനിക്കൊന്നും അറിയില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്ററോഗേഷൻ? ഞാൻ ഈ വേദന കൊണ്ട് പൊളയുന്ന നിങ്ങൾ കാണുന്നില്ലേ? ആശുപത്രി കൊണ്ടുപോവാ. ഇല്ല, ആ മരുന്നിനൊന്നും ഈ വേദന മാറില്ല. ഇത് സാധാരണ തേളല്ല ചെറിയച്ചാ. സാധാരണ തേളല്ലെന്നോ? അതെങ്ങനെയാ ചേച്ചിക്ക് അറിയാവുന്ന? വേദന, അത്രയേറെ വേദനയുണ്ട്. മരുന്നൊന്നും കഴിക്കില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? അമ്മേ അമ്മേ, മോനെ നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു. ആ, ഇപ്പഴാ ഓർമ്മ വന്ന അച്ഛാ. തേള് കുത്തിയ വേദന ഉടനെ മാറണമെങ്കില് കറണ്ട് ഷോക്ക് അടുപ്പിച്ചാ മതി. കറണ്ട് ഷോക്കോ? അതെ ദേവേട്ടാ, കറണ്ട് ഷോക്ക് അടുപ്പിച്ചാ വേദന മൊത്തം അപ്പ തന്നെ മാറിക്കോളും. ആ ശരിയാ, ഷോക്ക് അടിച്ച വേദന കുറയും. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് മോളെ ചെയ്യ്. കരയല്ലേ നീ? എനിക്ക് കരയാതെ. വേദന സഹിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ പിടികിട്ടി. കണ്ടോ, ചേച്ചിക്കും കാര്യം അറിയാം. തേള് കുത്തിയാല് കറണ്ട് ഷോക്ക് അടുപ്പിക്കണം. അത് ശരിയാ. അത് ശരിയാ, ഞാനും കേട്ടിട്ടുണ്ട്. കറണ്ട് ഷോക്ക് അടുപ്പിച്ചാ വേദന മാറും അത്രേ. ഷോക്ക് ഷോക്ക് പ്ലീസ്. അയ്യോ എന്റെ ദൈവമേ, ഊർമിളയുടെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യും മോളെ. ഷോക്ക് അടുപ്പിക്കുന്ന എങ്ങനെയാ? രാമേട്ടാ, പോയി വയറെടുത്തോണ്ട് വാ. അയ്യോ അയ്യോ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അയ്യോ അമ്മേ, ഊർമിളെ, കുറച്ചു നേരം കൂടെ ക്ഷമിക്കും മോളെ. വിഷമിക്കാതെ. അമ്മേ, മോളെ ഇതാ വേദന മാറണ്ടേത്. എനിക്ക് പേടിയാ. മോളെ മോളെ ദാ, ഇരിക്ക്. മോളെ അവിടെ ഇരിക്ക്. വേദന മാറണ്ടേ? ഇല്ല ചേച്ചി, ഒന്നും പറ്റില്ല. ക്ഷമിച്ചിരിക്കും മോളെ, ഇപ്പൊ മാറിക്കോളൂ. കുഴപ്പമില്ല ചേച്ചി, ഒന്നും പറ്റില്ല. ചേച്ചി ഒന്നും പറ്റില്ല. ഇപ്പൊ തന്നെ വേദന മാറും. ഒരു മോളെ മിനിറ്റ്. മോളെ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യേ. ചേച്ചി പേടിക്കരുത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ സ്വിച്ച് ഇട്ട് അപ്പൊ തന്നെ ഓഫ് ചെയ്യും. ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ, ഓൺ ചെയ്യാൻ പോകണേ. ചേച്ചി സ്വിച്ച് ഓൺ ചെയ്യാൻ പോവാണേ. ചേച്ചി ഓൺ ചെയ്യാൻ പോവാണേ. മോളെ ഇതിപ്പൊ തീരും മോളെ. ഊർമിളെ, മോളൊന്ന് ക്ഷമിക്ക്. ചേച്ചി ഇപ്പൊ കുറവുണ്ടോ?
എന്നെ കുത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന തേളല്ലേ അത്? അതിപ്പോ തിരിച്ച് നിന്നെ കുത്തി. ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കേണ്ടേ ചേച്ചി? ഒരിക്കലും നന്നാവാത്ത ഏട്ടത്തേക്ക് ഈ ഷോക്കൊന്നും പോരാ ശരിക്ക്. ഏടത്തി ഇപ്പൊ എങ്ങനെയുണ്ട് ഏടത്തി? എന്താ ഇപ്പോഴും കുറഞ്ഞില്ലെന്നോ? വൈദേഹി കുറഞ്ഞില്ല എന്നാ പറയുന്നേ. ഒന്നുകൂടെ ഷോക്ക് അടിപ്പിക്കും. ശരി ദേവേട്ടാ.